ധനം അല്ലെങ്കിൽ സമ്പത്ത് തരുന്ന ഗ്രഹം എന്ന് പറയുന്നത് വ്യാഴം മാത്രമല്ല, ശരിക്കും തരുന്ന രണ്ടാം ഭാവം, അതാണ് നമുക്ക് ധനം തരുന്നത്. 11-ാം ഭാവം നമുക്ക് ലാഭം തരുന്നു. പക്ഷേ ഒരു ശുഭഗ്രഹം എന്ന നിലയിൽ വ്യാഴം ആരെയും ദ്രോഹിക്കത്തില്ല. വ്യാഴം ധനം ഉണ്ടാക്കി തരും. ശുക്രൻ അതിനെ ഒക്കെ തരുന്നത് ശുക്രൻ, അത് ഇല്ലാതാക്കുന്ന കേതു. അപ്പോൾ സ്വർണത്തിന് വില കയറുന്നതും കുറയുന്നതും ഒക്കെ വ്യാഴത്തിൻ്റെ ഓരോ കണ്ടീഷൻസ് അനുസരിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഒരു ഗുരുനാഥനെ നമുക്ക് കിട്ടില്ല, വ്യാഴം നീചനായിരുന്ന. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന പ്രധാന അധ്യാപകനോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന മറ്റ് അധ്യാപകരുടെ ഒരു സപ്പോർട്ട് നമുക്ക് ഉണ്ടാവത്തില്ല. പിന്നെ നമ്മുടെ വിശ്വാസമാണ്. അപ്പം ഓരോ ഗ്രഹങ്ങളുടെ അതിദേവത ആരാണെന്ന് വെച്ചാൽ പൂർണ്ണമായ വിശ്വാസത്തിൽ ആ മന്ത്രങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ച് ചെയ്യുമ്പോഴും അതിൻ്റെ കാഠിന്യം കുറയും. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിൻ്റെ വഴികളിൽ വെളിച്ചം നൽകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിൻ്റെ ഈ ആത്മീയ ജ്യോതിഷയാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ആസ്ട്രോളജറും ന്യൂമറോളജിസ്റ്റും വാസ്തു കൺസൾട്ടൻറ്റുമായ ഡോക്ടർ ഉമാ മഹേഷ് എന്ന ആചാര്യാണുള്ളത്. സർ, നമസ്കാരം. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. പലപ്പോഴും അങ്ങയുടെ അടുത്ത് വരുന്ന പല ആളുകളും ധനസ്ഥിതി മെച്ചപ്പെടും അല്ലെങ്കിൽ ധനത്തിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴത്തേക്ക് വരാറുണ്ട്. സർ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്ക്, അതിലെൻ്റെ ജാതകത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടാവാനുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും. അപ്പം ഈ വ്യാഴം എന്ന ഗ്രഹം മറഞ്ഞിരിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു അവസ്ഥ ഇതിനൊരു കാരണമാണോ? ഒരു ജാതകത്തിൽ ധനം അല്ലെങ്കിൽ സമ്പത്ത് തരുന്ന ഗ്രഹം എന്ന് പറയുന്നത് വ്യാഴം മാത്രമല്ല, ശരിക്കും തരുന്ന രണ്ടാം ഭാവം, അതാണ് നമുക്ക് ധനം തരുന്നത്. 11-ാം ഭാവം നമുക്ക് ലാഭം തരുന്നു. വ്യാഴം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരകത്വമാണ്, ധനം തരാനുള്ള ഈ ഗ്രഹസ്ഥിതിയിൽ പ്രധാനിയാണ് വ്യാഴം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വ്യാഴം നമുക്ക് അനുകൂലമായിട്ടുള്ള സ്ഥാനത്ത് നിൽക്കുവാണെങ്കിൽ, നമ്മുടെ ധനാധിപതി ഇച്ചിരി മോശം അവസ്ഥയിൽ നിന്നാലും വ്യാഴം അനുകൂലമായിട്ട് നിൽക്കുവാണെങ്കിൽ നമുക്ക് ധനം വരും. പക്ഷെ അത് മറഞ്ഞു നിൽക്കുക, വക്രത്തിൽ നിൽക്കുക, നീചനായി നിൽക്കുക, ഭംഗം വന്ന് നിൽക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 3, 6, 8, 12 ഭാവങ്ങളിൽ മറഞ്ഞു നിൽക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാവും ജനറലായിട്ട്. പക്ഷെ ഒരാളുടെ ജാതകത്തിൽ ധനം തരുക എന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ടാം ഭാവമാണ്. അപ്പം ഫോർ എക്സാമ്പിൾ മേഡം രാശിക്കാരാണെങ്കിൽ രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ ചൊവ്വയാണ്. ആ ചൊവ്വ അവർക്ക് 9-ാം ഭാവാധിപതി കൂടിയാണ്. അപ്പോൾ ഈ രണ്ടാം ഭാവം ഒരു കാരണവശാലും ഭംഗം വരാൻ പാടില്ല. ഈ ചൊവ്വ നീചനായി കർക്കിടകത്തിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ധനം വരുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടായിരിക്കും, ഓൾറെഡി നീചനായിപ്പോയി. അപ്പം വേറൊരാൾക്ക് നമുക്ക് കുംഭംകാർക്ക്, കുംഭൻ രാശിക്കാർക്ക് ധനാധിപതി എന്ന് പറയുന്നത് വ്യാഴമാണ്. 11-ാം ഭാവാധിപതിയും വ്യാഴമാണ്. പക്ഷേ ഇത് ശരിക്കും ബാധകാധിപതിയാണ് കുംഭരാശിക്കാർക്ക്, അവർക്ക് അനുയോജ്യമല്ലാത്തൊരു ഗ്രഹമാണ്. പക്ഷേ ഒരു ശുഭഗ്രഹം എന്ന നിലയിൽ വ്യാഴം ആരെയും ദ്രോഹിക്കത്തില്ല, ഫലം നൽകും. അപ്പോൾ വ്യാഴത്തിൻ്റെ കാരകത്വങ്ങൾ എന്താണ്? ധനം, സമ്പത്ത്, ഈ പറഞ്ഞ പോലെ അറിവ്, ജ്ഞാനം, ഇതൊക്കെ തരുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം. അത് അനുകൂലമായിട്ട് നിൽക്കുവാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. അത് മറഞ്ഞു നിൽക്കുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഭംഗം വരും. അപ്പോൾ ധനത്തിന് കോട്ടം തട്ടും, സമ്പത്ത് വരവില്ല. ഈ വ്യാഴം ധനം തരുന്നതും ശുക്രൻ അത് അനുഭവിക്കുന്നതാണ്. വ്യാഴം ധനം ഉണ്ടാക്കി തരും, ശുക്രൻ അതിനെ ഒക്കെ തരുന്നത് ശുക്രൻ, അത് ഇല്ലാതാക്കുന്ന കേതു. ഈ 3 പേരെയും കൂടെ പ്രീതിപ്പെടുത്തിയാൽ ഒന്ന് പതുക്കെ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ അങ്ങ് പോകാം. എപ്പോഴും വ്യാഴം കനിഞ്ഞാൽ ആ ജാതകൻ രക്ഷപ്പെട്ടെന്നാണ്. മറ്റിത് ഉണ്ടെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിലും വ്യാഴം കനിഞ്ഞാൽ രക്ഷപ്പെട്ടെന്നാണ് കാണുന്നത്. അപ്പം വ്യാഴം അനുകൂല സ്ഥാനമായിട്ട് ഇപ്പോൾ കർക്കിടകത്തിലാണ് വ്യാഴം ഉച്ചനാകുന്നത്. അതിൻ്റെ സ്വക്ഷേത്രം എന്ന് പറയുന്നത് ധനവും മീനവുമാണ് അതിൻ്റെ സ്വക്ഷേത്രം. അപ്പോൾ ഇപ്പോഴത്തെ സഞ്ചാരം അനുസരിച്ച്, ഗോചര സഞ്ചാരം അനുസരിച്ച് ഇപ്പോൾ വ്യാഴം കർക്കിടകത്തിൽ ഉച്ചനായിട്ട് നിൽക്കുകയാണ്. 12 വർഷത്തിലൊരിക്കലാണ് വ്യാഴം ഉച്ചനാകുന്നത്. അപ്പോൾ പൊതുവേ ഈ ധനസമ്പാദനം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കണ്ടീഷൻസൊക്കെ ലോകത്തിനും രാജ്യത്തിനും ഈ വ്യക്തിപരമായിട്ടുള്ള ആളുകൾക്കും എല്ലാം കുറച്ച് മെച്ചപ്പെട്ടിരിക്കും. കാര്യം അത് ഉച്ചനായിട്ട് നിൽക്കുവാണ്. വലിയ ദോഷം അങ്ങനെ ചെയ്യാറില്ല. ഉച്ചനായിട്ട് നിൽക്കുന്നതുകൊണ്ട് പൊതുവെ ഒരു ധനത്തിന് കോട്ടം വരാത്ത രീതിയുണ്ട്. അതുപോലെ തന്നെ ഈ ഫിനാൻഷ്യൽ കൺട്രോളിങ് അല്ലെങ്കിൽ ഒരു ബാങ്കിൻ്റെയൊക്കെ ഒരു ഈ റിസർവ് ബാങ്കൊക്കെ ഈ ധനത്തിൻ്റെ കാര്യത്തിലൊരു ഈ പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവരുമല്ലോ, അതൊക്കെ ഈ വ്യാഴത്തിൻ്റെ മാറ്റം അനുസരിച്ചിട്ടായിരിക്കും സംഭവിക്കുന്നത്. ഇപ്പം ഉച്ചനായിട്ട് നിൽക്കുവാണ് ഇപ്പം.
അപ്പം അതേപോലെ തന്നെ ഈ സ്വർണത്തിനെയും സൂചിപ്പിക്കുന്നത് വ്യാഴമാണ്. അപ്പോൾ സ്വർണത്തിന് വില കയറുന്നതും കുറയുന്നതും ഒക്കെ വ്യാഴത്തിൻ്റെ ഓരോ കണ്ടീഷൻസ് അനുസരിച്ചിട്ടാണ്. വ്യാഴം ഒരു ഉച്ചരാശിയിലോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പം ധനത്തിന് വില കൂടും, സ്വർണത്തിന് വില കൂടും. അതേസമയം ആ ഉച്ചരാശിയിൽ നിന്ന് മുന്നോട്ട് സഞ്ചരിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ സ്വർണത്തിന് വില കുറഞ്ഞ പോലെ. അങ്ങനെ കാര്യം ഇതിൻ്റെ കാരകത്തൻ വ്യാഴം കൂടി ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഒരു ജാതകത്തിൽ വ്യാഴം മറയാതിരുന്നു കഴിഞ്ഞാൽ ആ ജാതകൻ നല്ലതാണെന്ന് പറയുന്നത്. പക്ഷേ ഈ എല്ലാത്തിനും എപ്പോഴും പറയുന്നത് പോലെ ഈ വ്യാഴം അനുകൂലമായാലും ആ വ്യാഴത്തിൻ്റെ ദശാകാലം വന്നാലേ വ്യാഴം ആക്ടിവേറ്റ് ആവത്തുള്ളൂ. ഇപ്പം 2ാം സ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നതെന്ന് വെച്ചു. ഇപ്പം വൃശ്ചികലഗ്നക്കാർക്ക് അല്ലെങ്കിൽ വൃശ്ചികരാശിക്കാർക്ക് 2ാം ഭാവം എന്ന് പറയുന്നത് ധനുവാണ്. വ്യാഴം ഉച്ചനായിട്ട് അവിടെ നിൽക്കുവാണെന്ന് വെച്ചു അയാളുടെ ജാതകത്തിൽ. അപ്പം ആ ജാതകന് ആ ദശാകാലം വരുമ്പോഴാണെങ്കിൽ ആ വ്യാഴത്തിനെ കൊണ്ട് കൂടുതൽ മെച്ചമുണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ മെച്ചം ഉണ്ടാവത്തില്ല. അപ്പോൾ ഏത് ഗ്രഹമായാലും അപ്പോൾ ആ ഗ്രഹങ്ങളുടെ പവർ കിട്ടണമെങ്കിൽ അതിൻ്റെ റോള് കിട്ടണം. ഇപ്പോൾ സിനിമയിലിപ്പം പ്രധാന നടന്മാർ അഭിനയിക്കുന്നു, പല ആൾക്കാർ അഭിനയിക്കുന്നു. അപ്പം മെയിൻ ആൾ വന്ന് അഭിനയിക്കുമ്പോഴല്ലേ അദ്ദേഹത്തിൻ്റെ അഭിനയം നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അദ്ദേഹത്തിൻ്റെ റോള് വരാതിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നു. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ജാതകാൽ ഈ വ്യാഴം അനുകൂലമായിട്ട് നിന്നാലും അതിൻ്റെ ദശകാലം വരുമ്പോഴേ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം കിട്ടത്തുള്ളൂ. അതേപോലെ ഇപ്പം വ്യാഴം മറഞ്ഞു നിന്നു എന്ന് പറഞ്ഞു, ഒരാൾക്ക് മറഞ്ഞു നിൽക്കുകയാണ് വ്യാഴം. അപ്പോൾ മറഞ്ഞു നിൽക്കുവാണെങ്കിൽ അതിൻ്റെ ദശാകാലം വരാതിരുന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. കാര്യമില്ല. കാര്യം അതിനെക്കുറിച്ച് അതിൻ്റെ ബലം കിട്ടുന്നില്ല. അങ്ങനെ ബലം കിട്ടാതെ വരുമ്പോൾ എന്താണ് സംഭവിക്കുക? ബലം കിട്ടാതെ വരുമ്പോൾ എന്ന് വെച്ചാൽ ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മളെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം താറുമാറാവും. നമുക്കൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാൻ പറ്റത്തില്ല. കടമുണ്ടാവും, വാക്ക് പാലിക്കാൻ പറ്റത്തില്ല, അറിവും ജ്ഞാനം ഇതെല്ലാം നമുക്ക് കുറയും. അതുപോലെ ഇങ്ങനെയുള്ള ഒരു സ്വർണ്ണമൊക്കെ കൊണ്ട് പണയം വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, തിരിച്ചെടുക്കുകയുള്ളൂ. അതെടുക്കാൻ പറ്റാതെ വരും. ഇപ്പം മറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നീചനായി നിന്നാലും വ്യാഴത്തിന് ബലമില്ലാതെ നിൽക്കും. നീചനാവസ്ഥയിൽ നീചനാവുന്നത് മകരൻ രാശിയിലാണ്. അപ്പോൾ അവിടെ നീചനായി നിൽക്കുമ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഈ സാമ്പത്തിക കാര്യത്തിലൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ ഈ ചിട്ടിയൊക്കെ നടത്തി പരാജയപ്പെട്ടു പോകുന്നുണ്ട്. അവർക്ക് ഈ നീചനാവസ്ഥയിലാണ് ജാതകത്തിൽ. സാമ്പത്തിക കാര്യത്തുള്ള ഒരു ഗ്രഹം കൂടി ആയതിനാൽ അത് ബലപ്പെട്ട് നിന്നാലേ വിജയം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അത് മറഞ്ഞു നിൽക്കുക, ഇതുപോലെ നീചനാവുക, 3, 6, 8, 12 മറഞ്ഞു നിൽക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിന് ഈ സാമ്പത്തിക കാര്യങ്ങളിൽ വിജയിക്കാൻ പറ്റത്തില്ല. ട്രൈ ചെയ്തുകൊണ്ടിരിക്കും, പക്ഷെ ആ ഒരു ഇല്ല, നമ്മൾ എത്താൻ പറ്റില്ല. അപ്പം നമുക്ക് കടം വർദ്ധിക്കും. സാമ്പത്തികം തരുന്നൊരു ഗ്രഹമല്ലേ, കടം വർദ്ധിക്കും. അപ്പം അതേപോലെ ഇപ്പോൾ വ്യാഴം നീചനായിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അറിവൊക്കെ കിട്ടാൻ പാടാം. അതുപോലെ തന്നെ ഒരു ഗുരുനാഥനെ നമുക്ക് കിട്ടില്ല വ്യാഴം നീചനായിരുന്ന നല്ലൊരു ഗുരുനാഥൻ. ഇപ്പോൾ അതേപോലെ തന്നെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ പഠിക്കുന്ന പ്രധാന അധ്യാപകനോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന മറ്റ് അധ്യാപകരുടെ ഒരു സപ്പോർട്ട് നമുക്ക് ഉണ്ടാവത്തില്ല. അതേപോലെ തന്നെ അവർ നമ്മളെ ടോർച്ചർ ചെയ്യുകയും ചെയ്യും. പർട്ടിക്കുലറായിട്ട് ഇങ്ങനെ ഈ വ്യാഴം നീചനായിരിക്കുന്ന ആൾക്കാരെ ഈ അധ്യാപകർ വന്ന് മനഃപൂർവ്വം വിളിച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വ്യാഴം നീചനായി നിൽക്കുകയോ അല്ലെങ്കിൽ മറിഞ്ഞിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അതിനകത്തൊരു പരിഹാരം ചെയ്യാനുള്ളത്? വ്യാഴനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്. വ്യാഴം എന്ന് പറയുമ്പോൾ മഹാവിഷ്ണു, ശ്രീകൃഷ്ണൻ എന്നൊക്കെ പറയും. അപ്പോൾ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക. അപ്പോൾ അതിന് അതിൻ്റെതായ പരിഹാരങ്ങൾ. ഇപ്പോൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപ്പായസം, തുളസിമാല ചാർത്തുക. അതുപോലെ വ്യാഴത്തിൻ്റെ അധിപതി ബൃഹസ്പതി എന്ന് പറയും, ബൃഹസ്പതിയെ മന്ത്രം പറഞ്ഞ് നമ്മൾ പ്രീതിപ്പെടുത്തുക. വ്യാഴാഴ്ചകളിൽ വ്രതം ഇരിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ദോഷഫലങ്ങൾ കുറഞ്ഞു വരും, കാഠിന്യം കുറഞ്ഞു വരും. ഇപ്പോൾ കണ്ണി കൊള്ളാനുള്ളത് പുരികത്തി കൊണ്ടുപോകും. അപ്പം വ്യാഴത്തിന് അങ്ങനെ പ്രീതിപ്പെടുത്തുന്നുണ്ട്. വ്യാഴം എന്ന് പറഞ്ഞ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത് ഉണ്ട്. വ്യാഴത്തിൻ്റെതായ മന്ത്രങ്ങൾ ധാരാളം ഉണ്ട്. അതുപോലെ തന്നെ സാധാരണ മഹാവിഷ്ണു ദ്വാദശാക്ഷര മന്ത്രം ഓ നമോ ഭഗവതേ വാസുദേവായ, അത് എല്ലാവർക്കും അറിയാവുന്ന പോലെ, ഓ നമോ നാരായണായ, ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ. പിന്നെ ഭഗവാന്റെ ഒരുപാട് മന്ത്രങ്ങൾ വേറെയുണ്ട്. പിന്നെ മൂലമന്ത്രമുണ്ട്, ഓം ക്ലീം കൃഷ്ണായ നമഃ. അപ്പോൾ ഇതൊക്കെ ജപിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ജപിക്കുകയും വ്യാഴാഴ്ചകളിലെ വ്രതമിരുന്ന് പ്രാർത്ഥിക്കുകയും ഇതുപോലുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളും മഹാവിഷ്ണു ക്ഷേത്രങ്ങളും സന്ദർശിച്ച് വഴിപാട് നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ദോഷഫലങ്ങൾ നമുക്ക് കുറഞ്ഞു കിട്ടും. ഇപ്പോഴത്തെ ഗോചര സഞ്ചാരത്തിൽ വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നവരാണ് ധനു രാശിക്കാർ. അഷ്ടമത്തിൽ മറിഞ്ഞു പോയി, ദൈവാധീനം ഇല്ലാതായിപ്പോയി. അപ്പോൾ അത് ഇപ്പോഴത്തെ ഈ ഗോചര സഞ്ചാരത്തിൽ അഷ്ടമത്തിൽ മറിഞ്ഞു നിൽക്കുകയാണ്.
അപ്പോൾ ആ ധനുവിൻ്റെ രാശിനാഥനും കൂടിയാണ്. എന്നിട്ട് മറഞ്ഞു നിന്നാലും അപ്പോൾ ആ ഗുണഫലങ്ങൾ അതിന് കിട്ടുന്നില്ല, മറഞ്ഞു പോയതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇതുപോലുള്ള വഴിപാടുകൾ നടത്തണം, വളരെയധികം സൂക്ഷിക്കണം. സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടരുത്, ഒരു കോൺട്രാക്റ്റിലൊന്നും ഇടപെടാൻ പോകരുത്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പോകരുത്, പൈസ കടം കൊടുക്കരുത്, തിരിച്ചു കിട്ടത്തില്ല. അപ്പം ഇതൊക്കെ ഈ സമയത്ത് സംഭവിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വാങ്ങാൻ പോയാലും കിട്ടത്തില്ല, കടം ചോദിച്ചാലും കിട്ടത്തില്ല, കടം കൊടുത്താലും തിരിച്ചു കിട്ടത്തില്ല. ഇപ്പോൾ ബാങ്ക് ലോണൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് വെച്ചാൽ ഈ അഷ്ടമത്തി വ്യാഴം മറിഞ്ഞിരിക്കുന്ന സമയത്ത് കിട്ടത്തില്ല. എന്തെങ്കിലും കാരണത്താൽ അത് നീണ്ടു പോവുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യും. അത് അനുകൂലമായിട്ട് വരുമ്പോഴാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ സന്താനകാരകനും വ്യാഴമാണ്, വിവാഹത്തിന് സൂചിപ്പിക്കുന്നൊരു ഗ്രഹം കൂടിയാണ് വ്യാഴം. അപ്പോൾ വ്യാഴത്തിൻ്റെ ഫലം കിട്ടുമ്പോഴാണ് വിവാഹമൊക്കെ നടക്കുന്നത്. വ്യാഴം 5-ൽ നോക്കുക, 7-ൽ ദൃഷ്ടി ചെയ്യുക, ഇങ്ങനെയൊക്കെ ഉള്ള ദൃഷ്ടിഫലം വരുന്ന സമയത്ത് വിവാഹം നടക്കും. അതുപോലെ 5-ാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുമ്പം സന്താനം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ടാകുന്നു. കാരണം വ്യാഴം എന്ന് പറഞ്ഞൊരു ശുഭഗ്രഹമാണ്, 100% ശുഭഗ്രഹമാണ്. ഒരു രാശിക്കാരെയോ ലഗ്നക്കാരെയോ ഒന്നും അത് ദ്രോഹിക്കത്തില്ല. പക്ഷെ അത് ചില സമയങ്ങളിൽ ഈ ബാധകാധിപതിയായിട്ടൊക്കെ വരും ചിലർക്ക്. ആ സമയത്ത് ചില ദോഷഫലങ്ങളും ഉണ്ടാവും. അത് നമുക്ക് മറച്ച് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതിങ്ങനെയുള്ള കുറച്ച് കർമ്മങ്ങളിൽ കൂടി നമുക്കത് കുറച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഒരിതും പൂർണ്ണമായിട്ട് നമുക്കൊരു 100% ഫലപ്രാപ്തി കിട്ടുമെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. പിന്നെ നമ്മുടെ വിശ്വാസമാണ്. അപ്പം ഓരോ ഗ്രഹങ്ങളുടെ അതിദേവത ആരാണെന്ന് വെച്ചാൽ അത് നമ്മൾ പൂർണ്ണമായ വിശ്വാസത്തിൽ ആ മന്ത്രങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കാഠിന്യം കുറയും ആ ഗ്രഹത്തിൻ്റെ. പിന്നെ ദോഷമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളുണ്ട്, ആ ഗ്രഹങ്ങൾക്ക് ഗ്രഹശാന്തി പൂജ അത് ചെയ്യാം. പിന്നെ ഒരു 3-4 ഗ്രഹങ്ങൾ ഒരു ജാതകത്തിൽ ഡാമേജ് ആയിരിക്കുവാണെങ്കിൽ നമ്മൾ നവഗ്രഹ ഹോമം ചെയ്യും, അതിൻ്റെ പ്രീതി വാങ്ങാൻ നവഗ്രഹ സ്തോത്രങ്ങളുണ്ട്, ഇതെല്ലാം നമുക്ക് ചൊല്ലാം. അപ്പം ഏത് ഗ്രഹമാണ് നമ്മളെ ശല്യം ചെയ്യുന്നത് നമ്മൾ ജാതകത്തിൽ കൂടി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഒരു നല്ല ജ്യോതിഷിയെ കണ്ട് നമുക്ക് ദോഷം ചെയ്യുന്ന ഗ്രഹങ്ങൾ ഏതാണ് അതിനെ നമ്മൾ കണ്ടുപിടിച്ച് അതിൻ്റെ പരിഹാരം ചെയ്യുമ്പോൾ അത് നമുക്ക് നികത്താൻ പറ്റും. അപ്പം അത് ശ്രദ്ധിക്കണം. അപ്പോൾ അത് ദോഷം ചെയ്യുവാണെങ്കിലും അതിൻ്റെ ദശാകാലം വന്നാലേ അത് ദോഷം ചെയ്യത്തുള്ളൂ, ഇല്ലേ ചെയ്യത്തില്ല. ഇപ്പോൾ ഒരു കർക്കിടക രാശിക്കാർക്ക് രാഹു ദശ വരുന്ന വളരെ താമസിച്ചേ വരത്തുള്ളൂ. അപ്പോൾ രാഹു അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ മോക്ഷമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്നു, 8-ൽ മറഞ്ഞു നിൽക്കുന്നു എന്ന് വെച്ചോളൂ ഉദാഹരണത്തിന്. അദ്ദേഹത്തിന് രാഹു ദശ വരുന്നത് ഒരു 10-70 വയസ്സ് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ, ലാസ്റ്റ് പീരീഡിലേ വരത്തുള്ളൂ കർക്കിടക രാശിക്കാർക്ക്. അപ്പോൾ ഈ ദോഷമായിട്ട് നിൽക്കുന്ന രാഹുവിനെ കൊണ്ട് കൂടുതൽ ദോഷം ഉണ്ടാവില്ല. കാര്യം ആ ദശാകാലം വന്നാൽ ഇത് പൂർണ്ണമായിട്ട് ആക്ടിവേറ്റ് ചെയ്യത്തുള്ളൂ. പക്ഷേ അന്തർദശയൊക്കെ വരുമല്ലോ, മറ്റ് ഗ്രഹ ദശാകാലങ്ങൾ വരുന്ന, അപ്പം ശുക്രദശയിൽ രാഹുവിൻ്റെത്, അല്ലെങ്കിൽ ബുധദശയിൽ രാഹുവിൻ്റെ, ഇങ്ങനെ അന്തർദശ, പ്രത്യന്തർദശ, സൂക്ഷ്മാന്തർദശയൊക്കെ വരുന്ന സമയത്ത് ചെറിയ രീതിയിൽ നമുക്ക് ദോഷഫലങ്ങൾ ഉണ്ടാകും. പക്ഷെ വലിയ ദോഷങ്ങൾ വരണമെങ്കിൽ ഇതിൻ്റെ മഹാദശ തന്നെ വരണം. അപ്പം അത് ഈ കർക്കിടക രാശിക്കാർക്ക് 80 വയസ്സിലൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ വ്യാഴമാറ്റ ഫലങ്ങൾ പറയാറുണ്ട്. വ്യാഴം 11-ൽ നിൽക്കുമ്പം സർവാഭിഷ്ട സ്ഥാനമാണ്, നല്ല ഫലങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ട്. ഈ പറയുമ്പോഴത് പൊതുഫലമായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ജാതകന് 11-ൽ വ്യാഴം ജാതകത്തിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പൂർണ്ണമായ ഫലം കിട്ടും. അയാൾക്ക് ജാതകത്തിൽ നീചനായി നിൽക്കുവാണെങ്കിൽ ഈ 11 വന്നാലും പൂർണ്ണ ഫലം കിട്ടില്ല, ഒരു 10-20% കിട്ടത്തുള്ളൂ. അപ്പോൾ ഗോചര ഫലങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രധാന ഹൊറോസ്കോപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഭാവം മാത്രമേ ഉള്ളൂ. ആ ഒരു ആക്ഷനെ അത് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ വലിയൊരു സദ്യ നടത്തുമ്പോൾ അതിനൊരു ലാസ്റ്റ് ഒരു പിക്കിൾ അല്ലെങ്കിൽ ഒരു അച്ചാർ കഴിക്കുന്ന ഒരു ഇതാണ് ഈ ഗോചര ഫലങ്ങൾ എന്നുള്ളത്. പ്രധാനം എന്ന് പറഞ്ഞാൽ മറ്റ് ആഹാരങ്ങളാണ്. അപ്പോൾ അത് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ജനിച്ച സമയത്തെ ജാതകം തന്നെയാണ്, അതാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗോചരം എന്ന് പറഞ്ഞത് സപ്പോർട്ട് ചെയ്യുന്നു, ഒരു ദോഷ സമയമാണോ നല്ല സമയമാണോ, കറണ്ട് ടൈം എങ്ങനെ നോക്കുന്നു എന്നുള്ളതിനെ. അപ്പോൾ വ്യാഴം ഒരാളുടെ ജാതകത്തിൽ അനുകൂലമാണെങ്കിൽ നല്ലത് തന്നെ ആയിരിക്കും. അതല്ല മറഞ്ഞു നിൽക്കുന്നു ദോഷമായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ദോഷഫലങ്ങൾ ചെയ്യും. ദോഷഫലങ്ങൾ ചെയ്യണമെങ്കിൽ ആ ദശാകാലം വരണം, വന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കണം.